ജ്ഞാനിനേ ജ്ഞാനരൂപായ കർമ്മിണേ കർമ്മദർശിനേ യോഗിനേ യോഗയുക്തായ ഗുരവേ തേ നമോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം നവമഞ്ജരിയെ പറ്റിയാണ്. മറ്റേതൊരു ആധ്യാത്മിക ഗുരുവിനും പ്രവാചകനും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അംഗീകാരവും ബഹുമാനവുമാണ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ യശശരീരനായിരുന്ന കാലത്ത് ഗുരുദേവന് ലഭിച്ചത്. ഈ അംഗീകാരം വന്നത് ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ ആഴവും സുസൂക്ഷ്മതയും കണ്ടറിഞ്ഞവരിൽ നിന്നാണ് എന്ന് കരുതുവാൻ നിവൃത്തിയില്ല. അങ്ങനെ കണ്ടറിഞ്ഞവരിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു. തത്വവിചാരം നടത്താനുള്ള ഒരു വിഷയം എന്നതിലുപരി മനുഷ്യജീവിതത്തെ നേരായ വഴിക്ക് നയിക്കാൻ ഉപകരിക്കുന്ന വഴികാട്ടി കൂടിയായിരുന്നു ഗുരുദേവൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ ദാർശനിക വിചാരം, ഗുരുവിനുണ്ടായിരുന്ന ആധ്യാത്മിക ഉണർവ് മണത്തറിഞ്ഞ ജനങ്ങൾ വ്യക്തിഗതവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഗുരുദേവൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയും അവയ്ക്ക് പരിഹാരം കണ്ടെത്തി ജീവിതത്തെ നന്മയുടെ വഴിക്ക് നയിക്കേണ്ടത് എങ്ങനെയെന്ന് ഗുരുദേവൻ അപ്പോൾ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. തത്വവിചാരം ഒരു വശം, പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ പ്രയോഗം മറുവശവുമായി വരുന്ന ഒരു നാണയമായിരുന്നു ഗുരുദേവൻ്റെ സത്യദർശനം എന്ന് പറയാം. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ശ്രീകുണ്ഡനി ഗോവിന്ദനാശാൻ എഴുതിയത്. തൃശ്ശൂർ പെരിങ്ങോട്ടുകര തണ്ടാശ്ശേരിയിൽ വീട്ടിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന ഒരു സന്ദർഭം. തണ്ടാശ്ശേരിയിൽ കുഞ്ഞയ്യപ്പൻ മാസ്റ്ററും കുണ്ടനി ഗോവിന്ദനാശാനും കൂടി ഗുരുദേവ സന്നിധിയിൽ ഇങ്ങനെ അപേക്ഷിച്ചു: ഗുരുദേവകൃതിയായ നാരായണ കൃതമഞ്ജരിയുടെ ശരിയായ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം അരുളി ചെയ്യണം. അപ്പോൾ കുമാരനാശാൻ അവിടെ പുറകുവശത്ത് മറ്റു പലരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു. സ്വാമികൾ പുതുപുഞ്ചിരി കൊണ്ട് ധവളീകൃതമാക്കിയ ആ സദസ്സിൽ നിൽക്കുന്ന കുഞ്ഞയ്യപ്പൻ മാസ്റ്ററെ നോക്കി ഇങ്ങനെ ചോദിച്ചു: കുഞ്ഞയ്യപ്പന് അതിൻ്റെ ശരിയായ അർത്ഥം പറഞ്ഞു കേൾക്കുവാൻ താല്പര്യമുണ്ട് അല്ലേ? അപ്പോൾ കുഞ്ഞയ്യപ്പൻ മാസ്റ്റർ പറഞ്ഞു: സ്വാമിൻ, ഉണ്ട്, വളരെയുണ്ട്. പിന്നെ ആർക്കെല്ലാം താല്പര്യമുണ്ട്? കുണ്ടനി ഗോവിന്ദൻ മുതലായ പലരും താല്പര്യമുള്ള എല്ലാവരും തന്നെ അറിയിച്ചു. അപ്പോൾ സ്വാമികൾ പറഞ്ഞു: കുമാരൻ എവിടെ? കുമാരനെ വിളിക്കുക. കുമാരൻ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരും, പോരായോ? അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു: ധാരാളം, മതി. കൽപ്പന കേട്ട സമയം നമ്മുടെ ചിന്നസ്വാമി അടുത്തുവന്ന് അഭിവാദ്യം ചെയ്തു നിന്നു. സ്വാമികൾ ചിന്നസ്വാമികളെ നോക്കി ഇങ്ങനെ പറഞ്ഞു: കുമാരൻ, നാരായണ കൃതമഞ്ജരിയുടെ അർത്ഥം നല്ലവണ്ണം അറിയാമോ? അപ്പോൾ കുമാരനാശാനായ ചിന്നസ്വാമി പറഞ്ഞു: ഒരുവിധം അറിയാം. സ്വാമികൾ: ഒരു വിധത്തിലേ അറിയൂ, നല്ലവണ്ണം അറിഞ്ഞുകൂടെ? ചിന്നസ്വാമി: സ്വാമിൻ, ഒരുവിധം നല്ലവണ്ണം തന്നെ അറിയാം. സ്വാമികൾ: കൊള്ളാം. അതിൻ്റെ അർത്ഥങ്ങൾ അറിയുവാൻ കുഞ്ഞയ്യപ്പൻ, ഗോവിന്ദൻ മുതലായവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങേ ഭാഗത്ത് പോയി ഇവർക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. ചിന്നസ്വാമി പറഞ്ഞു: കൽപ്പന പോലെ. തദനന്തരം ചിന്നസ്വാമികൾ പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ നടന്നു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. അവിടെ തന്നെ ആസനോപാവിഷ്ടനായ കുമാരനാശാൻ ആ പദ്യങ്ങൾ പാരായണം ചെയ്തു. കൈമുഖഭാവങ്ങൾ കാട്ടി സുപ്രസന്ന മുഖത്തോടുകൂടി അർത്ഥം പറഞ്ഞു തുടങ്ങി. വേദാന്തമയമായ അർത്ഥഗാംഭീര്യത്താൽ ആ പദ്യനവകത്തെ പാടെ വെട്ടിപ്പൊളിച്ചു ഞങ്ങൾക്ക് കാണിച്ചു തന്നു.
ഉദ്ദേശം 3 മണിക്കൂർ നീണ്ടുനിന്ന ഈ പ്രഭാഷണം ഞങ്ങളെല്ലാവരും പരമാനന്ദ നമസ്കരായി. പിന്നീട് കുമാരനാശാനോടു കൂടി ഞങ്ങൾ തൃപ്പാദ സന്നിധിയിൽ ചെന്ന് കുമ്പിട്ടു. സ്വാമികൾ ഞങ്ങളെ എല്ലാവരെയും കരുണാവലോകനം ചെയ്ത് പുഞ്ചിരി കൊണ്ട് സ്വാമികൾ മഞ്ചരിയുടെ അർത്ഥമെല്ലാം നല്ലപോലെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ എല്ലാം നല്ലപോലെ മനസ്സിലായി. സ്വാമികൾ, നാളേക്ക് മറക്കുമോ? ഞങ്ങൾ പറഞ്ഞു, വിവേകശൂന്യന്മാരല്ലേ, മനക്കരുത്തുണ്ടോ സ്വാമിൻ? സ്വാമികൾ പറഞ്ഞു, നിങ്ങൾ വിവേകശൂന്യന്മാരാണോ? അത് കഷ്ടം തന്നെ. വിവേകം താനേ തന്നെ വരുമോ? വരില്ല. യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, ദേഹമനഃശുദ്ധികൾ വേണം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, മതമത്സരങ്ങൾ വെടിയണം, സത്യധർമ്മങ്ങൾ വെടിയരുത്. എന്നാൽ വിവേകവും സുഖവും ഉണ്ടാകും. ഞങ്ങൾ സ്വാമിപാദങ്ങളിൽ നമസ്കരിച്ചു. നവമഞ്ചരിയുടെ ഇന്നത്തെ ഈ വിഷയം ചെറിയൊരു കഥയാണ്. നമ്മുടെ ശ്രീനാരായണ ലീലാമൃതം എന്ന പുസ്തകത്തിലെ 3-ാം ഭാഗത്തിൽ ശ്രീകുണ്ഡനി ഗോവിന്ദനാശാൻ എഴുതിയതാണ് ഞാനിന്നിവിടെ അവതരിപ്പിച്ച വിഷയം. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.